ഇല്ല ബ്രോ, ആള് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലാതില്ല. അവളായതുകൊണ്ട് ഏത് നമ്പറും പ്രതീക്ഷിക്കണം. അങ്ങനെയൊന്നുമില്ല. കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് ഞാനങ്ങ് പോവും. എടാ അവള് വരുന്നുണ്ട്. ശരിടാ, ഞാൻ വിളിക്കാം. ഹലോ, നിന്ന് പോസ്റ്റായോ ഡിയർ? സോറി, ഞാനൊരു ബ്ലോക്കിൽ പെട്ടുപോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. അല്ല, എന്തിനാ കാണണമെന്ന് പറഞ്ഞ? അത് പറയാം. ആദ്യം ചൂടോടെ ഒരു കൺഗ്രാറ്റ്സ് അങ്ങ് പിടിച്ചോ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ അരുൺ ഭാസ്കർ. മണവാളന് മൈ സിൻസിയർ വിഷസ് ആൻഡ് പ്രേയേഴ്സ് ഇൻ അഡ്വാൻസ്. താങ്ക് യു. ടു ബി ഫ്രാങ്ക് അരുൺ, ഇയാളെ ഫേസ് ചെയ്യാൻ എനിക്ക് അല്പം ചമ്മലുണ്ട് കേട്ടോ. വലിയ വെല്ലുവിളി മുഴക്കിയിട്ട് പോയ ആള് കാവിലെ പാട്ട് മത്സരത്തിന് തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുക. പക്ഷെ സാരമില്ല, അത്യാവശ്യം നല്ല തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്ത് നല്ല പരിചയമാണ് മോനെ. അപൂർവ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഇനിയും പറഞ്ഞില്ല. 2 കാര്യങ്ങളാ. ഒന്ന്, പന്തയത്തിൽ നേരിട്ട് വന്ന് തോൽവി സമ്മതിച്ച് കീഴടങ്ങാൻ. പിന്നെ മണവാളിനൊരു ഓൾ ദി ബെസ്റ്റ് പറയാൻ. എന്താണ് മിസ്റ്റർ പാക്കറിന് പറഞ്ഞതത്ര വിശ്വാസമില്ലെന്ന് തോന്നുന്നു. സത്യം പറയാലോ, ഒട്ടും വിശ്വാസമായിട്ടില്ല. പ്രത്യേകിച്ച് പറഞ്ഞത് താനായതുകൊണ്ട് തന്നെ ഇതിലെന്തോ ഒരു പണി മണക്കുന്നുണ്ട്. ഒന്നുമില്ലടോ, താൻ പേടിക്കണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ പറഞ്ഞത്. താൻ ഭയങ്കര ഭാഗ്യവാനാണ് പാക്കര. മാളൂനെ പോലൊരു പെണ്ണിനെ ലൈഫ് പാർട്ട്ണറായി കിട്ടുക എന്ന് പറഞ്ഞ അതൊരു ലക്ക് തന്നെയാ. ആ ഭാഗ്യം ഇല്ലാതാക്കാനായിരുന്നല്ലോ തന്റെ ഉദ്ദേശം. എന്നിട്ടെന്തേ ഇപ്പൊ ഇങ്ങനൊരു മനമാറ്റം? മനസ്സ് മാറിയത് തന്നെ കണ്ട് പേടിച്ചിട്ടൊന്നും അല്ല മോനെ പാക്കര, എന്റെ കൊച്ചിനെ ഓർത്തിട്ടാ. അവൾക്ക് തന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ സത്യം പറയാലോ, തന്നെ പോലൊരു ദേവദാസ് കാമുകൻ അവൾക്കൊട്ടും മാച്ച് ആവില്ലെന്ന് എനിക്കൊരു തോന്നൽ.